വേദിയിലെ ഏറ്റവും ആദരണീയരായ സാറും കേരളീയ വേദി ഫിലിം സൊസൈറ്റി പ്രവർത്തനം എന്ന നിലയിൽ കേരളത്തിൻ്റെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചരിത്രപ്പെട്ടവരുടെ വേദി കൂടിയാണ് സാറിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങ്. കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളുടെയും അടിത്തറയൊരുക്കുന്നതിൽ ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം വഹിച്ച പങ്ക് നിസ്സാരമില്ല. അതിൻ്റെ ആ ശക്തമായ അടിത്തറയിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ഉണ്ടായിട്ട്. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വേദി അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളിലൂടെ നടക്കുന്നു. പണ്ടൂർ സാറിൻ്റെ കാലത്തെ ചിത്രലേഖയുടെ ചരിത്രം, ചിത്രലേഖയിലും തോമസ് സാറിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. 80 വയസ്സ് പൂർത്തിയായ ജൂലൈയിലാണ് സാറിൻ്റെ ഒരു കാലം നിശ്ചയിച്ചിരുന്നത്. അതായത് 80ാമത്തെ വയസ്സിലേക്ക് സാറ് പ്രവേശിച്ചിട്ടുണ്ട്. സാറിൻ്റെ പ്രായത്തെക്കുറിച്ച് ഒക്കെ പല സൂചനകളും പ്രവർത്തനത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാലറിൻ്റെ അനുഭവത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലായ ഒരു സംഗതി, സംസാരിക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വരും ബാലറിൻ്റെ പരിപാടികളിൽ. സാറ് സംസാരിക്കുന്നതിൻ്റെ രീതികളെ കുറിച്ചാണ് ഡോക്യുമെന്ററിയിൽ പലരും സാറിൻ്റെ രീതികളൊക്കെ അവതരിപ്പിക്കുന്നു. ഈ കുറച്ചു കാലമായി സാറ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ചില കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടാണ്. പക്ഷെ ആ കുറിപ്പുകളിൽ തയ്യാറാക്കുന്ന ആ ഭാഷയുടെ കരുത്ത് അത് ഉറപ്പായിട്ടും അത് ഇവിടെ പണ്ടൂർ സാറ് പറഞ്ഞ സംഗതി തോമസ് സാറ് ഏറ്റെടുക്കണം എന്നുള്ളതിന് ഉറപ്പതിനകത്തുണ്ട്. എന്തൊരു ശക്തമായ ഭാഷയാണ് അതിനകത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാറ് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ഭാഷ കൈവശമുള്ള ഒരാൾ എഴുതാതിരിക്കുന്നത് വലിയ നഷ്ടമാണ്. അത് ഈ വേദിയിൽ വെച്ച് അടൂർ സാർ പറഞ്ഞതിനെ ഒന്നുകൂടി അടിയോലേക്ക് ഞാൻ പറയാം. കാരണം സാറിനോടൊപ്പം കഴിഞ്ഞ 20 വർഷമായി കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാളാണ്. ബാലന്റെ പ്രവർത്തനത്തിൽ 20 വർഷം കഴിഞ്ഞു. ഈ കാലത്തെല്ലാം സാറിൻ്റെ ഈ അനുഭവങ്ങൾ ഇത് കേരളം സൃഷ്ടിച്ചെടുത്ത അനുഭവങ്ങളാണ്. സാറിൻ്റെ വ്യക്തിപരമായ സംഘടന ഒരു കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആ കരുത്ത് അത് നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു തരാൻ ഒരു തടസ്സവും ഇല്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനോടൊപ്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് ബാലറിൻ്റെ പ്രവർത്തനം. അത് ഓരോരുത്തർക്കും അവരുടേതായ അനുഭവങ്ങളുണ്ട്. ആ മേഖലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സഹകാരി എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിലാണ്. അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും തോമസ് സാറിനെ പോലുള്ള ആളുകൾ ശരിക്കും കേവലം വ്യക്തികളല്ല. പണ്ടൂർ സാർ കേവലം ഒരു വ്യക്തിയല്ല, അത് കേരളത്തിൻ്റെ ചരിത്രപരമായ സംഭാവനകളാണ്, സാമൂഹ്യമായ അസറ്റാണ്, ആ സാമൂഹ്യമായ ഒരു സൃഷ്ടിയാണ്. അത് സമൂഹം ഏറ്റെടുക്കണം. അതിന് ആദരവോടുകൂടി ഏറ്റെടുക്കുക, സംരക്ഷിക്കുക, അതിനെ വളർത്തിയെടുക്കുക, കൈമാറുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്കകത്ത് എന്തുകൊണ്ടോ പല തടസ്സങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിരൂപണത്തിൻ്റെ രീതികളെ കുറിച്ചുകൂടെ പലരും സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ അളവിലേക്കുള്ളൊരു സാംസ്കാരിക വളർച്ചയ്ക്ക് പല തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലുള്ള നന്മകളെ അതിനനുസൃതമായി വളർന്ന് വികസിക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ കുറച്ചുകൂടി ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ ഇതിനെയെല്ലാം നമുക്ക് സംരക്ഷിക്കാനും വളർത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അതൊറ്റയ്ക്ക് പറ്റില്ല, വളരെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരുടെയും അറിവുകളെ അത് കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗത്തേക്ക് ഓരോരുത്തരും തയ്യാറായി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എവര് ഭാഗത്തുനിന്ന് ആ അടിത്തറയ്ക്ക് കൃത്യമായ
വളർച്ച നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അത് ഈ കാലഘട്ടം കൂടി ആവശ്യപ്പെടുന്നതാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. തോമസ് സാറിൻ്റെ ഈ ചടങ്ങ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയായിട്ടാണ് ഈ ഒത്തുചേരൽ എന്ന് പറയുന്നത്. നിസ്സാരമായ ഒരു സംഗതിയില്ല. നമ്മുടെ മനുഷ്യൻ സൃഷ്ടിക്കാവുന്ന നന്മകളുടെ ഏറ്റവും നല്ല മാതൃകകളിൽ ഒന്നാണ് തോമസ് സാറും